പ്രിയപ്പെട്ട അഫ്ളലുൽ ഉലമ വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സെക്ഷൻ സിനെ കുറിച്ചാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷൻ സി. അജിബ് അൻ സിത്തത്തിൻ മിനൽ അസ്ഇലൽ ആതിയത്തി ഫി ഫഖറത്തിൻ. ശേഷം വരുന്ന ചോദ്യങ്ങളിൽ നിന്ന് 5 ചോദ്യങ്ങൾക്ക് ഒരു പാരഗ്രാഫിലായിട്ട് ഉത്തരം നൽകുക എന്നാണ്. 26ാമത്തത് ഖൈസ് ബിൻ സഅദിൽ അയാദി. ഖസ്ബിന് സഅദത്തിൽ അയാദിയെ കുറിച്ചാണ് 26ാമത്തെ ചോദ്യം. നമുക്ക് പറയാം, ഖതീബുൻ ജാഹിലിയൻ മഷ്ഹൂർ മിൻ ഹുക്കമാഇൽ അറബ് യുഅദ്ദു മിൻ അബ്ലാഗിൽ ഖുതബാഇൽ അറബ് ഉരിഫ ബിഹുക്മതിഹി വഫസാഹതിഹി വമിൻ അഖ്വാലിഹി അശ്ശഹീറ മൻ ആശ മാത വമൻ മാത ഫാത വകുല്ലു മാ ഹുവ ആതിൻ ആതിൻ. അപ്പം ഖസ്ബിന് സഅദത്തിൽ അയാദി ഇസ്ലാമിന് മുമ്പുള്ള പ്രശസ്തനായ ഒരു പ്രഭാഷകനും ഏറ്റവും ബുദ്ധിമാനായ അറബ് പ്രാസംഗികരിൽ ഒരാളുമായിരുന്നു അദ്ദേഹം. ജ്ഞാനത്തിനും വാക്ചാതുര്യത്തിനും പേരുകെട്ട അറബികളിലെ ഏറ്റവും വാചാലനായ പ്രഭാഷകരിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്കുകളിൽ ഒന്ന് ഇതാണ്: ജീവിക്കുന്നവൻ മരിക്കുന്നു, മരിക്കുന്നവൻ ഇല്ലാതാകുന്നു, വരാനിരിക്കുന്നതെല്ലാം വരും. അടുത്ത 27ാമത്തെ ചോദ്യം, മാഹിയ അഗ്റാദു ഷാഇരിൽ ജാഹിലിയ്യി ബയ്യിൻ. ഇസ്ലാമിന് മുമ്പുള്ള കവിതയുടെ ഉദ്ദേശങ്ങൾ എന്തായിരുന്നു? വ്യക്തമാക്കുക. ആൻസർ: മിൻ അബ്റസി അഗ്റാദ് ഷാഇരിൽ ജാഹിലിയ്യി അൽ ഫഖ്ർ വൽ ഹുമാസ അൽ മദഹ് അൽ ഹിജാ അൽ ഗസൽ അൽ റസാ അൽ വസ്ഫ് ലിതബിഅത്തിൽ ലൈൽ അദ്ദിയാർ. ഹിക്മ. ഇപ്പോൾ ഇസ്ലാമിന് മുമ്പുള്ള കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ഇവയാണ്. എന്ത്? അഭിമാനവും ആവേശവും, അതേപോലെ സ്തുതി, ആക്ഷേപഹാസ്യം, പ്രണയ കവിത, പിന്നെ വസ്ഫ് വിശേഷണം, അതായത് പ്രകൃതിയുടെ, രാത്രിയുടെ, വീടുകളുടെ തുടങ്ങിയവർ. പിന്നെ ജ്ഞാനം, ഹിക്മത്ത്. 28ാമത്തെ ചോദ്യം, അൽ ഖിതാബത്ത് ഫിൽ അസ്റിൽ ഇസ്ലാമി. ഇസ്ലാമിക കാലഘട്ടത്തിലുള്ള പ്രസംഗം. നമുക്ക് പറയാം, അൽ ഖിതാബത്ത് ഫിൽ അസ്റിൽ ഇസ്ലാമി ഉസ്ദുഹിറത്ത് ഖിതാബത്ത് ഫിൽ അസ്റിൽ ഇസ്ലാമി വസാറത്ത് അദാത്തുൽ ലിദ്അവത്തി ഇലൽ ഇസ്ലാം വൽ ജിഹാദ് വതഅലീമിൻ നാസ് ഉമൂർ ദീനിഹിം തമയ്യസത്ത് ബിൽ ഇഅ്തിമാദി അലൽ ഖുർആനിൽ കരീം വൽ ഹദീസ് ശരീഫ് വൽ ബഅദു അനി തകല്ലുഫ്. അപ്പോൾ ഇസ്ലാമിക കാലഘട്ടത്തിലെ പ്രസംഗം അഭിവൃദ്ധി പ്രാപിക്കുകയും ഇസ്ലാമിലേക്ക് വിളിക്കുന്നതിനും ജിഹാദിനും ആളുകളുടെ അവരുടെ മതത്തെക്കുറിച്ച് പഠിക്കുന്നതിനുമുള്ള ഒരു ഉപകരണമായി മാറുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ആശ്രയിക്കുന്നതും സ്വാധീനം ഒഴിവാക്കുന്നതും ഇതിൻ്റെ സവിശേഷതയായിരുന്നു. 29ാമത്തെ ചോദ്യം, അൽ ഖുനസാനെ കുറിച്ച് പറയാനാണ്. അൽ ഖുനസാ ഹിയ തമാറുദും ബിന്ദു അംർ ബിൻ അൽ ഹാരിസ് സലമി മിൻ അബ്റസി ഷാഇറാത്തിൽ അറബ് ഫിൽ ജാഹിലിയ്യത്തി വസദറിൽ ഇസ്ലാം. ഉരിഫത്ത് ബിഖുവത്തി ആതിഫത്തിഹ വസ്ദിഖി മശാഇരിഹ വസ്തഹറത്ത് ബിറസായി ഇഖ്വതിഹ വഖാസത്ത് അഖാഹ സഖർ ഫകാന ശഅറുഹ മൂസിറൻ യജ്മഉ ബൈനൽ ഖുവത്തിൽ വഅതി وحرارة العاطفة. عدها النقاد من أعظم الشعراء العربيات في الرثاء حتى قالوا أشعار النساء الخنساء. عاشت حتى أدرك الإسلام وأسلمت وارفقت أبناها الأربعة في معركة القادسية، وحين استشهدوا قالت الحمد لله الذي شرفني بقتلهم جميعا فجمعت بين القوة الشعر والإيمان والصبر. ഇസ്ലാമിന് മുമ്പും ആദ്യകാല ഇസ്ലാമിക കാലഘട്ടത്തിലും ഏറ്റവും പ്രമുഖ അറബി കവികളിൽ ഒരാളായിരുന്നു തമാദുർ ബിൻ അംർ ബിൻ അൽ ഹാരിസ് അസ്സലമി അൽ ഖുനസ. വികാരങ്ങളുടെയും ശക്തിക്കും വികാരങ്ങളുടെ ആത്മാർത്ഥതയ്ക്കും അവർ പേരുകേട്ടവരായിരുന്നു. കൂടാതെ സഹോദരന്മാർക്ക് പ്രത്യേകിച്ച് സഹോദരൻ സഖറിനു വേണ്ടിയുള്ള അവർ
അവർ പ്രശസ്തയായിരുന്നു. ശക്തമായ ഭാഷയും തീവ്രമായ വികാരവും സംയോജിച്ചുകൊണ്ട് അവർ കവിതകൾ വികാരഭരിതമായിരുന്നു. ഏറ്റവും മികച്ച അറബി കവയിത്രികളിൽ ഒരാളായിരുന്നു. വിമർശകർ അവരെ കണക്കാക്കി സ്ത്രീകളിലെ ഏറ്റവും കാവ്യാത്മകം അൽ ഖുനസ ആണ് എന്നവർ പറഞ്ഞു. സാക്ഷ്യം വഹിക്കുകയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നവരെ അവർ ജീവിച്ചു. അൽ ഖാദിസിയ യുദ്ധത്തിൽ തൻ്റെ 4 ആൺമക്കളോടൊപ്പം ഉണ്ടായിരുന്നു. അവർ രക്തസാക്ഷികളായപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരെയും കൊന്നുകൊണ്ട് എന്നെ ആദരിച്ച ദൈവത്തിന് സ്തുതി. അങ്ങനെ ശക്തമായ കവിത, വിശ്വാസം, ക്ഷമ എന്നിവർ സംയോജിപ്പിച്ചു. അടുത്ത ഷാറു തനാഖുദെ കുറിച്ച് ഒരു ഫിഖറയിൽ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹുവ ഫന്നു ഷാരിയുൻ ഇസ്തഹറ ഫിൽ അസ്രിൽ ഉമവി യഖൂമു അലാ അൻ യഹ്ജൂസ് ഷാഇറൻ ഖസമഹു ബിനഫ്സിൽ ബഹരി വറവിയ്യി അല്ലദി ഇസ്തഖദമഹു അൽ ആഖറു ഫി ഖസീദത്തിഹി വമിൻ അറസി റുവാദിഹി ജരീർ അൽ ഫറസ്ദഖ് വൽ അഖ്തൽ. പിന്നെ ഖായിദ് കവിത, അത് ഉമയ്യത്ത് കാലഘട്ടത്തിൽ പ്രചാരത്തിലായ ഒരു കാവ്യകലയാണിത്. ഒരു കവി തൻ്റെ കവിതയിൽ ഉപയോഗിച്ച അതേ മീറ്ററും പ്രാസവും ഉപയോഗിച്ച് എതിരാളിയെ പരിഹസിക്കുന്നതിന് ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൻ്റെ ഏറ്റവും പ്രമുഖരിൽപ്പെട്ടവരാണ് ജരീർ, അൽ ഫറസ്ദഖ്, അൽ അഖ്തൽ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. 31 അൽ അഖ്തൽ. شاعر أموي نصراني اشتهر بالهجاء والمديح وكان من خصوم جرير والفرزدق في النقائض. مدح بني أموية وخاصة الخليفة عبد الملك بن مروان. ആക്ഷേപഹാസ്യത്തിനും സ്തുതിക്കും പേരുകേട്ട ഒരു ഉമയ്യത്ത് ക്രിസ്ത്യൻ കവി. നഖായിദിൽ ജരീറിൻ്റെയും അൽ ഫറസ്ദഖിൻ്റെയും എതിരാളികളിൽ ഒരാളായിരുന്നു. അദ്ദേഹം ഉമയ്യാത്തുകളെ, പ്രത്യേകിച്ച് ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാനെ അദ്ദേഹം പ്രശംസിച്ചു. ഇനി 32ാമത്തെ ചോദ്യം, മാഹിയ ഫുനൂനു ജദീദത്തില്ലത്തി ഇസ്ദഹറത്ത് ഫിൽ ഇൻദുലുസ്. ഇൻഡലൂഷ്യയിൽ ഏതൊക്കെ പുതിയ കലകളാണ് അഭിവൃദ്ധി പ്രാപിച്ചത്? ആൻസർ അഷ്ഹറുൽ ഫുനൂനില്ലത്തി നശഅത്ത് ഫിൽ ഇൻദുലുസ് الموشحات لون شعري جديد يختلف عن القصيدة التقليدية. الأسجال شعر عامي قريب من اللغة العامة. وكذلك ازدهر شعر الغناء والطبيعي الذي يصور جمال الطبيعة والأندلس. ഇൻദുലുസിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രശസ്തമായ കലകൾ മോശഹാത്ത്, പരമ്പരാഗത ഖാസിദയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ കാവ്യ വിഭാഗം, ഇതാണ് മോശഹാത്ത് എന്ന് പറയുന്നത്. ഇനി അസ്ജാൽ, അത് പ്രാദേശിക ഭാഷയോട് അടുത്ത് സംസാരിക്കുന്ന കവിത. പ്രകൃതിയും അൻഡലൂഷ്യയുടെയും സൗന്ദര്യം ചിത്രീകരിക്കുന്ന ഗാനരചനയും പ്രകൃതി കവിതയും അഭിവൃദ്ധി പ്രാപിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്.